എത്രയൊക്കെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും സർക്കാരിന്റെ ചില കാര്യങ്ങൾക്ക് പണം മുടക്കുന്നു എന്നുള്ളതാണ് പരസ്യത്തിന് വേണ്ടി. അതായത് ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും പരസ്യം നൽകാൻ സംസ്ഥാന സർക്കാർ ചിലവഴിക്കുന്നത് വൻ തുകയാണ്. നവമാധ്യമ ക്യാമ്പയിനുകൾക്കായി രണ്ടാം പിണറായി സർക്കാർ ചിലവിട്ടത് 78.86 ലക്ഷം രൂപ. ഇതിന്റെ വിവരാവകാശ രേഖ ജനം ടിവിക്ക് ലഭ്യമായിരിക്കുകയാണ്. ജനം എക്സ്ക്ലൂസീവ് വാർത്ത തന്നെയാണ്. ഈ വാർത്തയുമായുള്ള വിശദ വിവരങ്ങൾ രശ്മി കാർത്തിക നൽകും. രശ്മി, എന്താണ് വിശദാംശങ്ങൾ? റിപ്പോർട്ട് രശ്മി തയ്യാറാക്കി റിപ്പോർട്ട് കണ്ട ശേഷം രശ്മിയിലേക്ക് വരാം. ചെലവഴിച്ചതിന്റെ വിവരങ്ങൾ നവംബർ 10 ജനം ടിവി പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് നവമാധ്യമ പരസ്യങ്ങൾക്കും സർക്കാരിന്റെ പ്രകീർത്തിക്കുന്ന വീഡിയോകൾക്കുമായി ലക്ഷങ്ങൾ ചെലവഴിച്ചതിന്റെ കണക്കുകളും പുറത്തുവരുന്നത്. ടിവിക്ക് കിട്ടിയ വിവരാവകാശ മറുപടി പ്രകാരം 78,86,399 രൂപയാണ് 2021 മുതൽ ഇത്തരത്തിൽ ചെലവഴിച്ചത്. ക്യാമ്പയിൻ വീഡിയോകൾക്കും മറ്റുമായി സർക്കാർ നിയോഗിച്ച 6 ഏജൻസികളിൽ 5 എണ്ണവും സ്വകാര്യ ഏജൻസികളാണെന്നും വിവരാവകാശ രേഖകൾ പറയുന്നു. 3.5 വർഷത്തിനിടെ ഒരു തവണ മാത്രമാണ് സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്ഥാപനമായ സീഡിറ്റിന്റെ സേവനം തേടിയിരിക്കുന്നത്. ബോർഡിങ്ങുകളിലും മെട്രോ തൂണുകളിലും മാളുകളിലും മറ്റുമായി കോടികളുടെ പരസ്യങ്ങൾ നൽകുന്നതിനിടയിലാണ് സോഷ്യൽ മീഡിയ വഴിയുള്ള പരസ്യങ്ങൾക്കും ലക്ഷങ്ങൾ ചെലവഴിക്കുന്നത്. സംസ്ഥാനം ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന് ആവർത്തിക്കുന്നതിനിടയിലാണ് പ്രചാരണ തൂത്തുന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം. പ്രജിത് തയ്യാറാക്കിയ വാർത്തയാണ്. നമുക്ക് രശ്മി കൂടുതൽ വിവരങ്ങൾക്കായി ചേരും. രശ്മി, 80 ലക്ഷം രൂപയോളം പരസ്യം നൽകാൻ ചെലവഴിക്കുക, അത് നവമാധ്യമ ക്യാമ്പയിനുകൾക്കായി. അത് ഈ 80 ലക്ഷം രൂപ ഉണ്ട് എങ്കിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും, എത്ര പാവങ്ങൾക്ക് അവരുടെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ കഴിയും എന്ന കാര്യം കൂടി ആലോചിച്ചിട്ട് വേണം നമ്മൾ ഈ കണക്ക് ഒന്ന് വിലയിരുത്താൻ. രശ്മി, അതേ വീണ, സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഏറ്റവും അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യങ്ങൾക്ക് പോലും പണം നൽകാൻ സർക്കാരിനില്ല. അത് കാരണം ക്ഷേമ പെൻഷൻ മുടങ്ങുന്ന ഒരു സാഹചര്യം. വീണ പറഞ്ഞതുപോലെ ക്ഷേമ പെൻഷൻ മാസങ്ങളായി കുടിശ്ശികയുള്ള സാഹചര്യം. KSRTC ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം നൽകുന്നില്ല. ആരോഗ്യ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഏറ്റവും പാവപ്പെട്ട രോഗികൾക്ക് നൽകാനുള്ള പല പദ്ധതികൾക്കും പണം നൽകുന്നില്ല. ഇത്തരത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യങ്ങളിലൊന്നും തന്നെ പണം ചെലവഴിക്കാൻ സർക്കാരിനില്ല. അത്രത്തോളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഈ യഥേഷ്ടം ദൂർത്ത് തുടരുന്നത്. ഇത് നേരത്തെ നിരന്തരം ജനം ടിവി ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത ചെയ്യുന്നതാണ്. നേരത്തെ തന്നെ നവംബർ 10 ജനം ടിവി ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു. അതും ഈ ഹോർഡിങ്ങുകൾ, പൊതുസ്ഥലങ്ങളിൽ പരസ്യത്തിന് വേണ്ടിയും ഹോർഡിങ്ങുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയും ഏതാണ്ട് 6.5 കോടി രൂപ പിണറായി സർക്കാർ ചിലവഴിച്ചതിന്റെ തെളിവുകളായിരുന്നു ജനം ടിവി പുറത്തുവിട്ടിരിക്കുന്നത്. ഇപ്പോൾ അത്തരത്തിൽ ഉള്ള പരസ്യങ്ങൾക്ക് പുറമെയാണ് ഈ രീതിയിലുള്ള ഒരു നവമാധ്യമങ്ങളിലൂടെ പരസ്യത്തിന് വേണ്ടിയും സർക്കാർ കോടിക്കണക്കിന് രൂപ ചിലവഴിക്കുന്നത്, ലക്ഷങ്ങൾ ചിലവഴിക്കുന്നത്. ഇപ്പോൾ 78,86,399 രൂപയാണ് 2021 മുതൽ ഇത്തരത്തിൽ സർക്കാർ ചിലവഴിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരാവകാശ രേഖയാണ് ജനം ടിവി പുറത്തുവിടുന്നത്. ഇതൊരു ശരിയായ രീതിയാണോ എന്നുള്ളതാണ് പൊതുസമൂഹത്തിൽ നിന്ന് തന്നെ ഉയരുന്ന ഒരു ചോദ്യം. ഇത്രത്തോളം സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുമ്പോഴാണ് ഈ ഒരു യഥേഷ്ടം പിണറായി സർക്കാരിന്റെ ധൂർത്ത് തുടരുന്നത്. അതും ക്യാമ്പയിൻ വീഡിയോകൾക്കും മറ്റുമായി സർക്കാർ നിയോഗിച്ച 6 ഏജൻസികളിൽ അത് 5 എണ്ണവും പ്രൈവറ്റ് ആണ് എന്നുള്ളതാണ്. അതിൽ
ഒരു തവണ മാത്രമാണ് സർക്കാർ നിയന്ത്രണത്തിലുള്ള സീഡിറ്റിന്റെ ഒരു സേവനം പിണറായി സർക്കാർ തേടിയിരിക്കുന്നത്. അപ്പോൾ ഇത്രത്തോളം ലക്ഷം രൂപയാണ് ഈ നവമാധ്യമത്തിലൂടെ മറ്റും സർക്കാരിനെ പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോകൾക്കും പരസ്യത്തിനും വേണ്ടി ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പുറമെ ഹോർഡിങ്ങുകൾക്കും മറ്റ് പൊതുസ്ഥലങ്ങളിലുള്ള പരസ്യത്തിന് വേണ്ടിയിട്ടും മറ്റ് തുകയും ചിലവഴിക്കുന്നുണ്ട്. ഈ രീതിയിൽ പിണറായി സർക്കാരിനെ പ്രകീർത്തിച്ച് ഉള്ള പരസ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്രത്തോളം ലക്ഷം രൂപ ചിലവഴിക്കുന്നത്. അതേസമയം തന്നെ മറുവശത്ത് വലിയ രീതിയിൽ സാധാരണക്കാർ, പാവപ്പെട്ടവർ, ക്ഷേമ പെൻഷൻ ഇല്ല, ശമ്പളം കിട്ടുന്നില്ല, മറ്റ് ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല, ചികിത്സാ ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല, ആ രീതിയിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. നേരത്തെ തന്നെ പല വിദഗ്ധരും, ഈ സാമ്പത്തിക വിദഗ്ധർ അടക്കം ചൂണ്ടിക്കാണിച്ച ഒരു വിഷയമുണ്ട്. ഈ ഒരു സാമ്പത്തിക മിസ്മാനേജ്മെന്റ്, അനാവശ്യമായി വിദേശയാത്രകൾ പോവുകയും സർക്കാർ യഥേഷ്ടം പണം ചിലവഴിച്ച് ഇത്തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള പരിപാടികൾ, കേരളീയം, നവകേരള സദസ് ഉൾപ്പെടെയുള്ള പല പരിപാടികളും സംഘടിപ്പിക്കുന്നു. അതിനായി ലക്ഷങ്ങളും കോടികളും ചിലവഴിക്കുന്നു. പക്ഷേ അതേ സമയത്ത് മറുവശത്ത് ഏറ്റവും അടിസ്ഥാനപരമായി സംസ്ഥാനത്ത് ചെയ്യേണ്ട കാര്യങ്ങൾക്കൊന്നും തന്നെ പണമില്ലാത്ത അവസ്ഥ. അതിൽ സർക്കാരിന് പലതവണ കത്ത് നൽകുമ്പോഴും സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ള കാരണം ചൂണ്ടിക്കാണിച്ച് അതൊക്കെ നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. വീണ, ഓക്കെ, കുത്തുപാള എടുത്താലും പരസ്യത്തിന് വേണ്ടി ചിലവഴിക്കുന്നതിന് ഒരു മടിയുമില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല വീണ, അതിനൊക്കെ ഫണ്ട് ധനവകുപ്പ് അനുവദിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ ചുവന്ന നാടയിൽ കുരുങ്ങി കിടക്കുകയാണ്. പാവപ്പെട്ടവർക്ക് ഒരു 1600 രൂപ പോലും നൽകാൻ കഴിയുന്നില്ല. KSRTC ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ കഴിയുന്നില്ല. വേതനരഹിത സേവനം എന്ന് പറയുന്ന ആളിനെതിരെ നടപടി വളരെ പെട്ടെന്ന് സ്വീകരിക്കുന്നു. അതെ, KSRTCക്ക് പൈസ വേണമെന്ന് പറയുമ്പോൾ അവിടെ നിന്ന് എന്ത് റിട്ടേൺ കിട്ടുന്നുണ്ടെന്ന് ചോദിക്കാറുണ്ട്. ഒരു ചോദ്യം ധനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുണ്ട്. ഇതിൽ നിന്നൊക്കെ എന്ത് റിട്ടേൺ കിട്ടുന്നുണ്ടെന്ന് കൂടി ആലോചിച്ചു കഴിഞ്ഞാൽ എത്ര മനോഹരമായ ഭരണം എന്ന് പറയാനേ കഴിയുള്ളൂ.